രാവിലെ ദൈവത്തിനെയൊക്കെ പ്രാർത്ഥിച്ച് പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, ഒന്ന് ഗൾഫ് ബാങ്ക് വരെ പോകണം. കുവൈറ്റ് വന്നിട്ട് ഏതാണ്ട് ഒരു കൊല്ലം ആയെങ്കിലും പല പല സാങ്കേതിക കാരണങ്ങളാൽ ഇതുവരെ ഒരു അക്കൗണ്ട് എടുക്കാൻ പറ്റിയില്ല. ഇന്നത്തെ യാത്ര ജലീബിൽ നിന്ന് കുവൈറ്റ് സിറ്റിയിലേക്കാണ്. പതിവ് പോലെ റോഡിൽ നല്ല തിരക്കാണ്. രാവിലെ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് ഇത് കണ്ടോ, ക്രിസ്റ്റൽ ടവർ. ഇവിടുത്തെ 40ാമത്തെ നിലയിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇവിടെയാണ് നമ്മുടെ ഗൾഫ് ബാങ്കിൻ്റെ ഓഫീസ്. ഒഫീഷ്യൽസൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് നല്ല രീതിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ആ മൊമെൻറ്റ് ശരിക്കും നല്ല പോലെ അങ്ങോട്ട് ആസ്വദിച്ചു. അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ വ്യൂസ്. 40ാമത്തെ നിലയെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. കുവൈറ്റിൻ്റെ മൊത്തം മനോഹാരിത അവിടെ ഉണ്ടായിരുന്നു. ഇതൊരു അണ്ടർഗ്രൗണ്ട് ടണലാണ്. ടണലല്ല, ഒരു പാത്വേ. കുവൈറ്റ് സിറ്റിയിൽ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഇതിൽ കൂടി പോകുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ പതുക്കെ അവിടെ എല്ലാം കടന്നു കുവൈറ്റ് സിറ്റിയുടെ മനോഹാരിതയിലേക്കാണ് ഈ പടവുകൾ കയറി നമ്മൾ ചെല്ലുന്നത്. നോക്കൂ, ശരിക്കും ഒരു യൂറോപ്യൻ കൺട്രി പോലെ ഇല്ലേ? നിറയെ വഴിവിളക്കുകളും ഫൗണ്ടനും നമുക്ക് വിശ്രമിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് അതിമനോഹരമായ അമ്പരചുംബികളായ കെട്ടിടങ്ങളും വലിയ വലിയ സ്ക്രീനുകളും ഒക്കെയുള്ള അതിമനോഹരമായ ഒരു കൊളോണിയൽ നഗരം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. സമയം ഒരു 9:30 ആയിട്ടേ ഉള്ളൂ. ആളുകളൊക്കെ അവരവരുടെ ജോലിക്ക് പോകുന്ന തിരക്കിലാണ്. എല്ലാവരും ധൃതിയിലാണ്, ഓരോ കാര്യങ്ങൾക്കായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കൊക്കെ ഓരോരോ സീറ്റുകൾ കാണാം. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊക്കെ നിറയെ ഇങ്ങനത്തെ സീറ്റുകൾ വഴിയാത്രക്കാർക്ക് വളരെയധികം പ്രയോജനമാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് നമ്മൾ അടുത്തുള്ള നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഇവിടെയുള്ള ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളിൽ ഒന്നാണ് നെസ്റ്റോ. കുറച്ച് വിലക്കുറവ് കണ്ടതുകൊണ്ട് എൻ്റെ സുഹൃത്ത് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് കരുതി. അങ്ങനെ നെസ്റ്റോയിലെ പച്ചക്കറികളും പലചരക്ക് സാധനങ്ങളും ഒക്കെ കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങ് ദൂരെ പ്രൗഢിയിൽ തലയെടുപ്പോട് നിൽപ്പുന്നുണ്ട് അപ്പോഴും ക്രിസ്റ്റൽ ടവർ. ദൂരെ നിന്ന് മാത്രം കണ്ടിട്ടുള്ള അതിനെ ഇന്ന് ഒന്ന് കയറി കാണാൻ കഴിഞ്ഞതിൻ്റെ വളരെയധികം സന്തോഷം അക്കൗണ്ട് എടുത്തതിനേക്കാൾ ഉപരി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും സിറ്റിയിൽ നിന്നും ജലീബിലേക്ക്. 51-ാം നമ്പറാണ് എളുപ്പം. അതാവുമ്പോൾ ഡയറക്റ്റ് ഫർവാനയെ ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് ജലീബിലേക്ക് എത്താം. ഒരു ഡബിൾ ഡക്കർ ബസ്സിലാണ് കയറിയത്. എനിക്കെപ്പോഴും ഡബിൾ ഡക്കർ ബസ്സിൽ കയറാൻ വളരെയധികം ഇഷ്ടമാണ്. കാരണം നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒരു അണുവിട പോലും വ്യത്യാസമില്ലാതെ എല്ലാം കാണാൻ കഴിയും. ഏകദേശം 11 മണി ആയതിനാലാവാം ബസ്സിലധികം ആളുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത്രയേറെ ചൂടുള്ള സമയമായിട്ട് പോലും മരങ്ങളൊക്കെ തളിരിട്ട് നിൽക്കുന്നുണ്ട് ആ പച്ചപ്പിൽ. ഈ വഴിയിലെത്തുമ്പോൾ നമ്മളുടെ അബ്ബാസിയയിലേക്കാണ് കടക്കുന്നത്. മലയാളികളുടെ ഹബ്ബായ അബ്ബാസിയ. അബ്ബാസിയെക്കുറിച്ച് അറിയാത്ത ഒരു മലയാളി പോലും കുവൈറ്റിലുണ്ടാവില്ല. ഒരിക്കലെങ്കിലും അവിടെ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും എല്ലാവരും. അങ്ങനെ എൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് അവിടെ ഇറങ്ങി വളരെ നല്ലൊരു ദിവസം അങ്ങനെ യാത്രകളിലൂടെ അവസാനിച്ചിരിക്കുന്നു.